ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം പോക്കോയുടെ F4 5G എന്ന ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ആ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം പോക്കോ F4 5G എന്ന ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. 6.67 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന E4 AMOLED ഡിസ്പ്ലേ ആണ് ഡിവൈസിൽ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടും അവൈലബിൾ ആണ് ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേയിൽ. സെന്റർ പഞ്ച് ഹോൾ കട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഡിവൈസിന് നൽകിയിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 ആണ് ചിപ്സെറ്റ്. 5G കാപ്പബിൾ ആയ അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. കൂടാതെ LPDDR5 റാം ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ 195 ഗ്രാംസ് ആണ് ഡിവൈസിന്റെ ബോഡി വെയിറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം ലെവൽ വെയിറ്റ് ആണ് വരുന്നത്. IP53 റേറ്റിംഗ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസും പോക്കോ F4 5G എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. Adreno 650 ആണ് ഡിവൈസിൽ വരുന്ന GPU. Android 12 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇന്റർഫേസ്. പിന്നെ ഈ ഒരു ഡിവൈസ് 3 വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് 6GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ 8GB റാം ആൻഡ് 120GB സ്റ്റോറേജും 12GB റാം ആൻഡ് 256GB സ്റ്റോറേജ് വേർഷനും വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ സെഗ്മെന്റ് നോക്കുന്ന സമയത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രൈമറി 64 മെഗാപിക്സൽ f1.8 അപ്പേർച്ചർ, ഒപ്പം 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സൽ മാക്രോ ലെൻസുമാണ് വരുന്നത്. 4K 30 and 60 FPS നമുക്ക് റിയർ ക്യാം വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 20 മെഗാപിക്സൽ വിത്ത് f2.5 അപ്പേർച്ചറോടുകൂടി വരുന്ന ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. പഞ്ചോൾ കട്ടിലാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററി സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററിയാണ്. ഡീസന്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ഒപ്പം 67 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ഏകദേശം ഒരു 38-40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ഡിവൈസിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബേസ് വേരിയന്റ് 6GB 120GB വേരിയന്റ് വരുന്നത് 28,000 രൂപയും, ആൻഡ് മിഡിൽ വേരിയന്റ് 8GB 120GB വേരിയന്റ് ഏകദേശം 30,000 രൂപയും, ടോപ്പ് വേരിയന്റ് 12GB റാം ആൻഡ് 256GB സ്റ്റോറേജ് ഏകദേശം 34,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് സെയിൽ മിക്കവാറും ജൂൺ 27 നടക്കുന്നത്. ഇൻട്രൊഡക്ടറി ആയിട്ട് ഏകദേശം 1000 rupees ഒക്കെ പ്രൈസ് കട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ SBI കാർഡ് ഹോൾഡേഴ്സിനും ഏകദേശം എക്സ്ട്രാ 3000 rupees ഒക്കെ പ്രൈസ് കട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് പോക്കോ F4 5G എന്ന ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ്. എന്തായാലും സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.